മുരളി കൃഷ്ണ നിൻ ശ്രീമുഖഭാവം മനതാരിൽ എന്നും തെളിയണം. നയനരഞ്ജിത നിന്റെ നാമങ്ങൾ നാൾ തോറും നാവിൽ വിടരേണം. മുരളി കൃഷ്ണ നിൻ ശ്രീമുഖഭാവം മനതാരിൽ എന്നും തെളിയണം. നയനരഞ്ജിത നിന്റെ നാമങ്ങൾ നാൾ തോറും നാവിൽ വിടരേണം. മുരളി കൃഷ്ണ നിൻ ശ്രീമുഖഭാവം മനതാരിൽ എന്നും തെളിയണം. കണി കണ്ടുരാൻ കഴിയണമേ. കാരുണ്യ പ്രഭ ചൊല്ലി ഒരു തിരുമുഖം കണി കണ്ടുരാൻ കഴിയണമേ. കണി കണ്ടുരാൻ കഴിയണമേ. സർവലോക മക്കൾക്കും ശാന്തി നൽകിയിടുന്ന ശരവണബാബൻ കൈയിൽ തുളുങ്ങി ഞങ്ങൾ ശരവണബാബൻ വണങ്ങിടുന്നേ. വർഷാവർഷം നടക്കുന്ന വിദ്യോത്സവം തുടങ്ങി സ്വാമിയുടെ ഡ്രീം പ്രൊജക്റ്റാണ് വിദ്യോത്സവം. 10,000-കണക്കിന് കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ കേവലം കുറച്ച് പുസ്തകങ്ങളും പേനയും മാത്രമല്ല, പഠിക്കാൻ ആവശ്യമായ സ്വാമിജിയിൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിർദ്ധരായ കുടുംബങ്ങൾക്കുള്ള സഹായങ്ങൾ, കിടപ്പ് രോഗിക്കുള്ള സഹായങ്ങൾ, നിരന്തരമായ സഹായങ്ങൾ. ഇപ്പോൾ ഇവിടെ തീരെ അവശരായി കിടക്കുന്ന 6ഓളം കുടുംബങ്ങൾക്ക് സഹായം നൽകുന്നുണ്ട്. അന്നപൂർണേശ്വരി കിറ്റുകളുണ്ട്. സ്വാമിയുടെ പ്രത്യേകമായിട്ടുള്ള ഉപഹാരങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹം നേരിട്ട് വളരെയധികം പരിചയമുള്ള ഒരു വ്യക്തിയാണ്. ശ്രീകണ്ഠേശ്വരത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം ക്ഷേത്രത്തിൽ വരികയും ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ വരികയും ഞാനുമായിട്ട് സംസാരിച്ചിട്ട് കുറേ നേരം സംസാരിക്കുകയും ചെയ്യാൻ ഭാഗ്യമുണ്ടായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ നമുക്ക് കാണണമെങ്കിൽ ഇപ്പം ലണ്ടനിൽ പോകണം, UK പോകണം എന്നുള്ളത് ആണ് നമുക്കുള്ള വിഷമം. നമുക്കെല്ലാവർക്കും ഉള്ള വിഷമം അതാണ്. അദ്ദേഹത്തിന് പിറന്നാൾ ആഘോഷത്തിൽ എല്ലാ ഭാവങ്ങളും നേരുകയാണ്. ഓം ശരവണ ഭവ ഓം
സദസ്സും വേദിയുമാണ് നമ്മൾ പങ്കിടുന്നത്. സ്വാമിജിയെ സംബന്ധിച്ചിടത്തോളം 46 വർഷമായി ജനിച്ചു, 46 വയസ്സായി. ഏറെ വർഷങ്ങളോളമായി, ഏകദേശം പറഞ്ഞതനുസരിച്ചുകൊണ്ട് 10-20 വർഷത്തോളമായി നമ്മുടെ വെള്ളിപ്പറമ്പ് പ്രദേശത്ത് തന്നെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നു. കൃത്യമായിട്ട് തൻ്റെ ജന്മം തന്നെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടാണ് വിവിധ തലങ്ങളിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി മുന്നോട്ട് പോകുന്നത്. വളരെ സന്തോഷപൂർവ്വം പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്, ഒരു കൈത്താങ്ങാണ് എപ്പോഴും നമ്മളുടെ കൂടെ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ സന്തോഷപൂർവ്വം ദീർഘകാലം ദൈവം അദ്ദേഹത്തിന് ആയുസ് നൽകട്ടെ എന്നും നമ്മളെ പോലെയുള്ള പാവപ്പെട്ട ആളുകൾക്കുള്ള ഒരുപാട് സഹായങ്ങൾ ഇനിയും കൂടുതലായിട്ട് ലഭ്യമാകട്ടെ എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ സന്തോഷം നിറഞ്ഞിട്ടുള്ള ഈ ഒരു പിറന്നാൾ ആഘോഷത്തിൽ വളരെ സന്തോഷത്തോടെ അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസയും, അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ഒരു വലിയ പരിപാടി കൂടുതലായിട്ട് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല എന്നുള്ളത് നാം ഓരോരുത്തർക്കും അറിയാം. ഓം ശരവണ ഭവ. ഈ ശ്രീ ശരവണ ബാബാജി ഫൗണ്ടേഷൻ എന്ന ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരുടെ ഒരു കഠിന പ്രയത്നമാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന ജനപ്രവാഹം. അവരെ തിരിച്ചറിയണം, അവരുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കണം. ഞാനിന്നിവിടെ വരാനുള്ള കാരണവും അത് തന്നെയാണ്. ഇവിടെ എന്ത് പരിപാടിക്കും മാനവ സേവ എന്നുള്ളൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അപ്പം നേരത്തെ കണ്ട പോലെ ഒരുപാട് കുഴഞ്ഞിരിക്കുന്ന ആളുകളെ ഒന്ന് കൈപിടിച്ചുയർത്താനുള്ള ഒരു മനസ്സ്, അതിൽ കക്ഷി രാഷ്ട്രീയമില്ല, ജാതി വ്യവസ്ഥതയില്ല. അതിനെയാണ് നമ്മൾ കൈകൂട്ടി തൊഴേണ്ടത്. അത് തന്നെയാണ് ദൈവം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ഒരു മഹത് ശക്തി. നമ്മളുടെ കർമ്മബോധത്തിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്, അല്ലേ? തീർച്ചയായും അതാണ്. ആ കർമ്മബോധം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തകർക്ക് എൻ്റെ അകമഴിഞ്ഞ ദൈവാനുഗ്രഹവും എൻ്റെ ആശംസയും ഈ വേദിയിൽ ഞാൻ അറിയിച്ചുകൊണ്ട് അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി 46-ാം പിറന്നാളിൻ്റെ കിറ്റ് വാങ്ങാനും എത്തിയ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. കമ്മിറ്റി സേവാസമിതിയുടെ കമ്മിറ്റി വിനോദ് വന്ന് ക്ഷണിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷവും ഇതിൽ പങ്കെടുക്കുവാൻ എൻ്റെ ഭാഗ്യവും സിദ്ധിച്ചത് വളരെ സന്തോഷമുണ്ട്. അധികം ദീർഘില്ല. സ്വാമിജിയുടെ ഈ മാനവസേവ എന്ന് പറഞ്ഞതാണ് മാധവസേവ എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനിയും ഇതേമാതിരി നടത്തി മാനവസേവയ്ക്ക് ഇനിയും കൂടുതൽ സേവനങ്ങൾ അർപ്പിച്ച് എല്ലാം ഭംഗിയായി നടക്കട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. നമസ്കാരം. ആയിട്ടുള്ള ശ്രീ കെ രാജേന്ദ്രൻ സാറിനെ ആദരിക്കുന്നത്. ഓം ശരവണ ഭവ. സദ്ഗുരുവിൻ്റെ പാദങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ സ്വാമിയുടെ ഒരു അനുഗ്രഹമാണ് എന്ന് തന്നെ കരുതുകയാണ്. ഇവിടെ എത്തിയപ്പോൾ വലിയ സന്തോഷം തോന്നി. കാരണം ശ്രീരാമന് വേണ്ടി ഭരതൻ എങ്ങനെയാണോ രാജ്യം ഭരിച്ചത്, അതുപോലെ സ്വാമിജിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഒരു ജനത ഒന്നാകെ ഇവിടെ അണിചേർന്ന് ഇരിക്കുകയാണ്. ഇവിടെയൊക്കെ നിങ്ങളുടെ ഇടയിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു കുറുമ്പ് കാട്ടിക്കൊണ്ട് സ്വാമിജി ഉണ്ടാവും. ചിലപ്പോൾ വേദിയിലുണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടാവും. കാരണം സ്വാമിജി അങ്ങനെയാണ്. സ്വാമിജിയുടെ ഒരു എവിടെയാണ് സ്വാമിജി എത്തിപ്പെടുക, എവിടെയാണ് ഇപ്പൊ ഉണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരാളാണ്. അപ്പൊ നിങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നലാണ് ഇവിടെ വന്നത് മുതൽ എനിക്കുണ്ടായത്. ഉപദേശങ്ങളെ വഴങ്ങിടുമേ. ശരവണ ഭവമടം
പായാണ്ടീൻ കോലമതേ ശരവണ ഭവമടം കുടികൊണ്ടരുളും സദ്ഗുരു പാദമേ ശരണമയ്യാ. ഓം ശരവണ ഭവ. സദ്ഗുരു ശരവണ ബാബാജിയുടെ തൃപ്പാദങ്ങളിൽ കോടാനുകോടി പ്രണാമം. എൻ്റെ പേര് ഷിംലാണ്. ഞാൻ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന HM ആയിട്ട് വർക്ക് ചെയ്താണ്. റിട്ടയർ ചെയ്തതിന് ശേഷം ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ അഡ്മിനായിട്ട് വർക്ക് ചെയ്യുന്നു. ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സങ്കടകരമായ ഒരു വേദന നിറഞ്ഞ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇവിടെ എത്തിച്ചേരുന്നത്. എൻ്റെ മകനും എൻ്റെ ഭർത്താവും നഷ്ടപ്പെട്ടതിന് ശേഷം ജീവിതത്തിൽ എല്ലാ വിഷമങ്ങളും മറന്ന് ജീവിക്കാൻ കഴിയുന്നത് സദ്ഗുരു ശരവണ ബാബാജിയുടെ പാദപത്മങ്ങളിൽ സേവ ചെയ്യുന്നതുകൊണ്ടാണ്. ബാബാജിക്ക് ഒരുപാട് വർഷം ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഓം ശരവണ ഭവ.